ഹലോ ഗൈസ്, അപ്പോൾ എന്തായി നിങ്ങളുടെ ഓണൊക്കെ? ഞങ്ങളുടെ ഓണം എങ്ങനെയായിരുന്നു കേട്ടോ. രാവിലെ തന്നെ കുറച്ച് കറികളൊക്കെ വെച്ചിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ മനേട്ടൻ ഒരു വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇതാണ് ഉണ്ണിയുടെ ഒരു ഓണക്കോടി കേട്ടോ. ഇത് അച്ചാച്ചൻ്റെ വകയാണ് ഈ ഓണക്കോടി ഉള്ളത്. പിന്നെ അമ്മ അവിടെ ഒന്ന് പൂക്കളടുന്നുണ്ട്, ഞാനിവിടെ അടുക്കളയിൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടിയിട്ട് ഒന്ന് പൂക്കളത്തിന് നമ്മൾ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മാധവരെ വെക്കുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട് അടച്ചിട്ടിട്ട് പോകും. മാധവരനൊക്കെ വെക്കുമ്പോൾ നമ്മൾ പൂജിക്കുക, വീട് അടച്ച് പോകാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ അങ്ങനെയല്ല കേട്ടോ. അപ്പോൾ ഇത് അനിയനും വൈഫും കുട്ടിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്ക് രണ്ടു പേർക്കും ഒരുപോലത്തെ ഡ്രസ്സാണ് കേട്ടോ അച്ചാച്ചൻ്റെ വക ഓണക്കോടി ഉണ്ടായിട്ടുള്ളത്. ഇതാണ് കേട്ടോ അനിയട്ടൻ്റെ അനിയനും വൈഫും. പിന്നെ ഇതാണ് ഇവ മോള്. നമ്മുടെ ഉണ്ണിയൊക്കെ ഒരു 6 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ കേട്ടോ അവർ രണ്ടുപേരും തമ്മിൽ. പിന്നെ എല്ലാവരും കൂടിയിട്ട് ഓണസദ്യയൊക്കെ കഴിച്ചു. അധികം കറികളൊന്നും ഇല്ല കേട്ടോ. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറ്, പുളിയിഞ്ചി, പിന്നെ പഴം, പായസം, പപ്പടം, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പം നമ്മൾ ഇളനാട് പോവുകയാണ് കേട്ടോ. ഒരു 11 മണിയാകുമ്പോഴത്തേക്കും ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ആ പോണ വഴി നമ്മൾ അകമല ശാസ്താവിൻ്റെ അവിടേക്ക് ഒന്ന് കയറിയിട്ടാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ പോണ വഴിയിൽ ബാൻഡ് സെറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഓണല്ലേ. പിന്നെ ഇങ്ങനെ കണ്ടില്ലേ, നമ്മൾ പിന്നെ തോലൊക്കെ വേഗം അഴിച്ചിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നേരെ അമ്മമ്മയുടെ വീട്ടിലെത്തിയിട്ട് അപ്പോൾ ഇതാണ് അമ്മമ്മയുടെ പൂക്കളം. ആൾക്ക് വയ്യാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായത്തിൻ്റെതായിട്ടുള്ള അവശതകളൊക്കെ ഉണ്ട് കേട്ടോ അമ്മമ്മയ്ക്ക് അച്ചാച്ചനും. അപ്പോൾ ഓണക്കോടിയൊക്കെ കൊടുത്തു. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു വെയിറ്റ് ചെയ്തിരിക്കും കേട്ടോ. അവരോട് ഫുഡ് കഴിച്ചോ പറഞ്ഞാലും അവർ വെയിറ്റ് ചെയ്തിട്ട് ഇരിക്കും. അപ്പോൾ പേരക്കുട്ടിയുടെ കുട്ടീനെ വല്ലപ്പോഴേ കാണുന്നുള്ളൂ, അതിൻ്റെ ഒരു സന്തോഷമാണ് കേട്ടോ. പിന്നെ അമ്മമ്മയും പായസം ഉണ്ടാക്കിയിട്ടുണ്ട്. വയ്യെങ്കിലും അവരും പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവരുടെ കറികൾ എന്ന് വെച്ചാൽ മിക്കവാറും എല്ലാറ്റിലും ജീരകം ഉണ്ടായിരിക്കും കേട്ടോ. ഈവൻ സാമ്പാറിൽ പോലും ജീരകം ഉണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഓണക്കോടി. ഇത് ഉണ്ണിയുടെ 2ാമത്തെ ഓണക്കോടിയാണ്. ഇത് പാപ്പൻ്റെ വകയാട്ടോ ഈ ഓണക്കോടി. പിന്നെ അമ്മമ്മയുടെ ടൂൾ ബോക്സ് ആണ് കേട്ടോ ഇത്. മുറുക്കരുത് എന്ന് പറഞ്ഞാലും ആൾക്ക് മുറുക്കണം, അതൊരു ഹാബിറ്റാണ്. അപ്പോൾ വെറ്റില് പിന്നെന്താ പറയുക, ചുണ്ണാമ്പും അടക്കയും കൂടി ചതച്ചിട്ട് വെച്ചിരിക്കുകയാണ് പൊടി കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വായിലിട്ടാൽ മതിയില്ല, പല്ലുവേദനയാണ് ഇത്ര, പല്ലുവേദന മാറാനാണ് ഇത്ര അത്. അപ്പോൾ ഞാനൊരു രസത്തിന് കുറച്ച് വെറ്റിലയും പുകല ഒഴികെ ബാക്കിയുള്ളതൊക്കെ കൂട്ടിയിട്ട് ഒന്ന് മുറുക്കി നോക്കിയിട്ട് ഒരു ചോന്ന് വരാൻ വേണ്ടിയിട്ട്. പക്ഷേ അത്ര അങ്ങോട്ട് ചോന്ന് കിട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. എന്നാലും നമുക്ക് അമ്മമ്മ അത് വെച്ച് തന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു 4 മണിയൊക്കെ ശേഷം ഇറങ്ങി കേട്ടോ. അപ്പോൾ അനിയനും വൈഫും ഉണ്ട് അവിടെ, പിന്നെ അച്ഛനും അമ്മയും ഉണ്ട് കേട്ടോ അവിടെ. അപ്പോൾ അവരൊക്കെ 2 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകുന്നു, ഞാൻ നേരെ കടങ്ങോട്ടേക്ക് വന്നു കേട്ടോ. അപ്പോൾ ഇതാണ് ഉണ്ണി അവിടെ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലാണ്. ഉച്ചയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. അത് കാരണം ആളങ്ങനെ സീറ്റിൽ കിടന്ന് ഉറങ്ങി. പിന്നെ നമ്മൾ വരുന്ന വഴി പിന്നെ ശിങ്കാരിമേള ഉണ്ട്, അങ്ങനെ കുറേ പരിപാടികൾ എല്ലായിടത്തും നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ കടങ്ങോട് എത്തി. കടങ്ങോട് പിന്നെ ഓണസദ്യ ഇല്ല, ബീഫ് ബിരിയാണിയാണ്. ഇനിയിപ്പോൾ മിന്നും പോവുകയായി. അപ്പോൾ അതിന് മുന്നേയായിട്ട് ബീഫ് ബിരിയാണി വെച്ചതാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ദമ്മാണ് ബീഫിൻ്റെ. അപ്പോൾ ഇതെനിക്ക് നല്ല ഇഷ്ടമായി കേട്ടോ. പിന്നെ വൈകിട്ടം പോവുകയാണ്, അതിനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ട്. ടൂറ് പോവുകയാണ്. അപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞ് കാണാം കേട്ടോ.